നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പുരോഗമന കലാസാഹിത്യ സംഘം അരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപ്ലവ കവി എം കൃഷ്ണൻകുട്ടിയുടെയും എഴുത്തുകാരനും ചിന്തകനുമായ KV കാർത്തികേയൻ മാസ്റ്ററുടെയും സ്മരണാഞ്ജലി സംഘടിപ്പിച്ചു. അരൂർ വിജയാംബിക വായനശാലയിൽ നവംബർ 17 ഞായറാഴ്ച വൈകിട്ട് സംഘടിപ്പിച്ച ചടങ്ങ് അരൂരിലെ പുരോഗമനവാദികളായ മൺമറഞ്ഞ മനുഷ്യർ നടത്തിയ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഓർമ്മ പുതുക്കലായി. അനുസ്മരണ സംഗമത്തിൽ 1970 കാലഘട്ടം മുതൽ അരൂരിലെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചവരും പുതിയ തലമുറയിൽപ്പെട്ടവരും ഒത്തുചേർന്നു. വിജയാംബിക വായനശാല പ്രസിഡന്റും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ CB ചന്ദ്രബാബുവിന്റെ ഉദ്ഘാടന പ്രസംഗം അരൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടമായി. ഈ വായനശാലയും ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, മലയാളം വിദ്വാൻ കോഴ്സ് പഠിപ്പിക്കുന്ന ഇപ്പോഴത്തെ ആശുപത്രിയുടെ നേരെ എതിർവശത്ത് അന്ന് ഒരു ഇരുനില കെട്ടിടമുണ്ട്. അവിടെയാണ് മലയാളം വിദ്വാൻ കോഴ്സ് പഠിപ്പിക്കുവാൻ. അവിടെ പഠിച്ചവരാണ് സഖാവ് കാർത്തികേയനും സഖാവ് MK സുരേന്ദ്രൻ, അതുപോലുള്ള നിരവധി ആളുകൾ. അരൂരിന്റെ കലാസാഹിത്യ രാഷ്ട്രീയ ചരിത്ര നിർമ്മിതിയിൽ M കൃഷ്ണൻകുട്ടി, KV കാർത്തികേയൻ എന്നിവർ വഹിച്ച പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ട് പതിറ്റാണ്ടുകൾക്കപ്പുറം അരൂർ അമ്പലംവേളിയിൽ സന്ധ്യ മുതൽ പുലർച്ചെ വരെ നീളുമായിരുന്ന സാഹിത്യ സംവാദങ്ങൾ, നാടക പ്രവർത്തനങ്ങൾ എന്നിവയുടെ ഓർമ്മകളും CB ചന്ദ്രബാബു പങ്കുവച്ചു. അടിയന്തരാവസ്ഥയിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ കവിത എഴുതി ജയിൽവാസമനുഷ്ഠിച്ച വിപ്ലവ കവി M കൃഷ്ണൻകുട്ടിയെ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി വിശ്വൻ പടനിലം അക്ഷരാർത്ഥത്തിൽ സഭയിൽ പുനഃസൃഷ്ടിച്ചു. 2006 VS ഗവൺമെന്റ് കാലത്ത് ഞാനവിടെ നൂറാട് പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ എഴുത്തിന്റെ മേഖലയിലൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാവേലിക്കര AR സ്മാരകത്തിൽ ഞാനും എഴുത്തുകാരൻ എന്ന നിലയിൽ കൃഷ്ണൻകുട്ടി മാഷും ഒന്നിച്ചുണ്ടായിരുന്നു. 2006 മുതൽ 2011 വരെയുള്ള ആ കാലത്ത് ഒരു മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ഒന്നിലേറെ തവണയോ പരസ്പരം സംസാരിക്കുകയും രണ്ടും അധ്യാപകരെന്ന നിലയിൽ വലിയൊരു ആത്മബന്ധം ഉണ്ടാവുകയും ആ ആത്മബന്ധം പിന്നീട് അങ്ങനെ വളർന്നു വരികയും നിലനിൽക്കുകയും ചെയ്ത ബന്ധമാണ്. ഇവിടെ ഒരു ചരിത്രമാണ് ചന്ദ്രബാബു സഖാവ് അനുസ്മരണം എന്ന നിലയിൽ പറഞ്ഞത്. KV കാർത്തികേയൻ മാസ്റ്ററെ അദ്ദേഹത്തിന്റെ സഹോദരനും മുതിർന്ന മാധ്യമപ്രവർത്തകനും മുൻ വിവരാവകാശ കമ്മീഷണറുമായ KV സുധാകരനിലൂടെയാണ് പുനർവായിച്ചത്. ദുഷണാശാലിയായിരുന്ന KV കാർത്തികേയൻ മാഷിന്റെ അകാലചരമം ശ്രോതാക്കളിൽ സൃഷ്ടിച്ച നഷ്ടബോധം ചില്ലറയല്ല. ജനിച്ച പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2010 ശേഷം ജനിച്ചവർ എന്ന് പറഞ്ഞാൽ ഇന്ന് 20, 22, 24 വയസ്സുള്ള കുട്ടികൾ. അവരെ ഈ പ്യൂർ റിസർച്ച് ഫൗണ്ടേഷൻ പറഞ്ഞിരിക്കുന്ന പേര് ജെൻ ആൽഫ എന്നാണ്. ജനറേഷൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് GEN ജെൻ ആൽഫ. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു 70-80 വയസ്സുള്ളവരൊക്കെ ബേബി ബൂമേഴ്സ് എന്നാണ് പറയുന്നത്. ബേബി ബൂമേഴ്സ് കാരണം അവരെല്ലാവരും കൊച്ചുമക്കളൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിലുള്ള. പുരോഗമന കലാസാഹിത്യ സംഘം അരൂർ മേഖലാ പ്രസിഡന്റ് EM സജിമോൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CR സിദ്ധപ്പൻ സ്വാഗതം ആശംസിച്ചു. പ്രശസ്ത ഗായകൻ TK ശരവണൻ, കൃഷ്ണൻകുട്ടി മാസ്റ്ററുടെ സഹധർമ്മിണി രാധാമണി ടീച്ചർ, KV കാർത്തികേയൻ മാഷിന്റെ സഹോദരി ശോഭ എന്നിവർ കവിതകളുടെ സംഗീതാവിഷ്കാരം ചെയ്തു. വിടർന്ന ചെങ്കൊടികളുമായി നേരിലൊന്ന് കാണുവാൻ, എവിടെ നാടുവാഴികളെ, എവിടെ നിങ്ങൾ കശ്മലരെ, എവിടെ നിങ്ങൾ എത്ര തോക്കുകുടലുകളിൽ തീയുമായി എങ്ങൊളിച്ചിരിക്കലും, ഇനിവിടില്ല ഇക്കടങ്ങളൊക്കെയും. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് NK സുരേന്ദ്രൻ, ഏരിയ സെക്രട്ടറി രമേശ് അരൂർ, പുകാസ മുൻ സെക്രട്ടറി N രമേശൻ, ലൈബ്രറി വൈസ് പ്രസിഡന്റ് KV അജയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.